എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ വീഡിയോ ആണിത്. രാവിലെ ഞാൻ ചായക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടി ആദ്യം അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഓൾറെഡി ഞാൻ 2 ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്കിട്ട് നന്നായി വാട്ടിയെടുക്കണം. ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കതിലേക്കിട്ട് നന്നായി ഇളക്കി അല്പനേരം ഒന്ന് മൂടി വെച്ച് അത് വാട്ടിയെടുക്കാം. ഉള്ളി വാടിയതിന് ശേഷം ഒരു തക്കാളി അതിലേക്ക് മുറിച്ചിട്ട് ഇടാം നമുക്ക്. അതും നന്നായി ഇളക്കി അല്പനേരം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും ഒന്ന് മിക്സായി നന്നായി വാടി വരും. അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതും കൂടി അതിലേക്കിട്ട് നന്നായി ഇളക്കി അല്പനേരം ഒന്ന് മൂടി വെക്കാം. അപ്പോഴേക്കും അതൊന്ന് വെന്ത് എല്ലാം കൂടി ഒന്ന് സെറ്റായി വരും. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ഇടാം. 1.5 ടീസ്പൂൺ മുളകാണ് ഞാൻ ഇടുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട്. എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. പിന്നെ ഞാൻ ഓൾറെഡി കഴുകി കഷ്ണങ്ങളാക്കി കഴുകിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ അവിടെ. ഇതൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ആയതിന് ശേഷം നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇടണം. മഞ്ഞളും മുളകും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചിക്കൻ കൂടി അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നേരത്തെ ഞാൻ പിന്നെ ഇഞ്ചിയും പച്ചമുളക് അരച്ച മിക്സീൻ്റെ ജാറുണ്ടല്ലോ, അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് അതും കൂടി ആ വെള്ളം നമ്മൾ ചിക്കനിലേക്ക് പാരുന്നുണ്ട്. ചപ്പാത്തി ആയതുകൊണ്ട് ചിക്കന് ഇത്തിരി ചാറൊക്കെ വേണം. പിന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഇത്തിരി നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. പിന്നെ ഇത്തിരി കുരുമുളകും കൂടി അതിലേക്കിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചാറൊക്കെ വറ്റി വരുമ്പോഴേക്കും മല്ലിച്ചപ്പും കൂടി അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി അല്പനേരം ഒന്നും കൂടി മൂടി വെക്കാം. നമ്മുടെ ചിക്കൻ കറിയൊക്കെ ചാറൊക്കെ വറ്റി നല്ല അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് ചിക്കൻ്റെ കൂടി ഉണ്ടാക്കിയത്. അതിനുശേഷം ഞാൻ ചപ്പാത്തി പരത്തുകയാണ്. ചപ്പാത്തി പരത്തുന്നതിൻ്റെ നടുവിൽ ഞാൻ ചുടുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചപ്പാത്തിയാണ് ഞാൻ പരത്തുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കൂടി അടിക്കണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.
Thank you for watching this video.